അങ്ങനെ ഓണാഘോഷം അവസാനിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അല്ലെങ്കിൽ അടിച്ച ഒരാളാണ് ധനമന്ത്രി. എന്തായാലും വലിയ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, അതായത് വലിയ പരാതികളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഒരുപാട് പണം കണ്ടെത്തി അത് വിപണിയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. ഓണം കേരളീയരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഘോഷമാണ്. കേരളത്തിൻ്റെ പൊതുവായ ആഘോഷം ഓണമാണ്. എല്ലാവരും സന്തോഷത്തോടെ ഓണം ഉണ്ണുന്നത് മാത്രമല്ല, എല്ലാ ബന്ധുക്കളും നാട്ടിലേക്ക് വരും, വീടുകളിലേക്ക് പോകും. ധാരാളം വിപണി സജീവമാകുന്ന ഒരു മേഖലയാണ്. പല സ്ഥലങ്ങളിൽ ദീപാവലി, ദസറ അങ്ങനെയൊക്കെ പറയുന്ന പോലെ നമ്മളെ സംബന്ധിച്ച് ഓണത്തിൻ്റെ ഏറ്റവും വലിയ വിപണിയും കൂടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബോണസ്, മറ്റ് ആനുകൂല്യങ്ങൾ, ഫെസ്റ്റിവൽ അലവൻസ് എല്ലാം കിട്ടുന്ന സമയം ഇതാണ്. അപ്പോൾ എല്ലാവർക്കും അത് കൃത്യമായ സമയത്ത് എത്തിക്കാൻ പറ്റി. നല്ല കാലാവസ്ഥയായിരുന്നു, ഓണത്തിൻ്റെ ആഘോഷങ്ങളുണ്ട്, ഇതെല്ലാം ചേർന്നതാണ് ഓണം. ഓണത്തുമ്പി വരണമെങ്കിൽ വലിയ മഴയും പ്രളയമൊക്കെ ആണെങ്കിൽ പറ്റില്ലല്ലോ. എല്ലാ അർത്ഥത്തിലും ഓണം നന്നായി. അപ്പോൾ ഇതെല്ലാം വേണമെങ്കിൽ ആളുകളുടെ കയ്യിൽ അത്യാവശ്യം പണം വേണം. നേരത്തെ തന്നെ ക്ഷേമ പെൻഷൻ 2 മാസത്തെ എത്തി. 62 ലക്ഷം കുടുംബങ്ങളുടെ കയ്യിലേക്ക് ഒരു 3000 ചില്ലാനം രൂപ എന്ന് പറയുമ്പോൾ അതൊരു 3200 രൂപ. പല വീടുകളിലും 2 പേരും 3 പേരും ഒക്കെ ഉണ്ട് ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്നത്, 2 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നേരത്തെ എത്തി. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് അവർക്ക്, അവർ സാധനങ്ങൾ വാങ്ങാം. ഈ ചെറിയ വരുമാനം കിട്ടുന്ന ആളുകളാണ് വാസ്തവത്തിൽ കൂടുതൽ കമ്പോളത്തിൽ പെട്ടെന്ന് ചിലവാക്കുക. അതിൻ്റെ റെസ്പോൺസ് വരും. പിന്നീട് എല്ലാ മേഖലയിലും ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് DA കൊടുത്തിരുന്നു ആ സമയത്ത് തന്നെ. അത് DA എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആഹ്ലാദമാണ്. DA ഒന്നും പൊതുവിലെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഒരു 700 രൂപ മുതൽ 5000 രൂപ വരെയും ഒരു മാസത്തിൽ വർധന വരും കേരളത്തിലെ ജീവനക്കാർക്ക്. UGCക്കാർക്ക് അതിനും കൂടി വരും. പിന്നെ ഫെസ്റ്റിവൽ അലവൻസും ബോണസും ഒക്കെ കുറേ കാലത്തിന് ശേഷം അല്പം വർധന വരുത്തി ഏറ്റവും ബുദ്ധിമുട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുൾപ്പെടെ കേരളത്തിൽ മാത്രമേ അങ്ങനെ കൊടുക്കുന്നുള്ളൂ, അവർക്കും 1200 കൊടുത്തു. അപ്പോൾ അതൊക്കെ കൊണ്ടൊരു പൊതുവിലൊരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷമാണ്. ഇതിനകത്തൊരു എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്നൊരു സമയമായിട്ട് ഓണത്തിനെ മാറ്റാൻ കഴിഞ്ഞു. സ്വാഭാവികമായി വിപണിയിലെ ഒരു മാറ്റങ്ങളെല്ലാം പ്രതിഫലിക്കാൻ സമയമെടുക്കും. എങ്കിലും വിപണി ഒരു പോസിറ്റീവ് അല്ലേ. നമുക്ക് വെബ്കോയൊക്കെ നമ്മൾ അങ്ങനെ പറയുമെങ്കിലും റെക്കോർഡ് വരുമാനങ്ങൾ എന്ന് പറയുമ്പോഴും എന്തായാലും പണം വിപണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പണം വിപണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഇപ്പോൾ സപ്ലൈക്കോ, ഇപ്പോൾ ഏറ്റവും പ്രധാനം ആളുകൾക്ക് എത്തുന്ന ഒരു സാധനം, ബിവറേജ് ഒരു മേഖലയിലുള്ള ആളുകളുടെ ആവശ്യമില്ല. സപ്ലൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് സപ്ലൈക്കോയിൽ ആവശ്യത്തിന് സാധനമാണ്. കൺസ്യൂമർ ഫെഡിനാണെങ്കിൽ ഇപ്രാവശ്യം ഷോപ്പുകൾ കൂട്ടിയിരുന്നു. അതിന് നേരത്തെ പണം കൊടുത്തു. ഇതൊക്കെ ആവശ്യത്തിനുള്ള സാധനം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പണം കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ആ പണം വന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 350 കോടിയോ 400 കോടിയോടെ സെയിൽസ് സപ്ലൈക്കോ വഴി നടന്നെന്ന് പറയുമ്പം നല്ലൊരു തുക നമ്മൾ ഓണത്തിൻ്റെ മാർക്കറ്റ് ഇൻട്രവൻഷനായിട്ട് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സബ്സിഡി പാർട്ടുണ്ട്. വെളിച്ചെണ്ണ 500 ചില്ലാനം രൂപ പോയിടത്ത് 339 രൂപയ്ക്ക് മാർക്കറ്റിൽ നല്ല വെളിച്ചെണ്ണ, അതായത് മായം ചേർന്ന വെളിച്ചെണ്ണയുടെ അപകടമൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത്. വില കൂടുമ്പം മായം കൂടും. നമ്മുടെ കേര ഫുഡും മറ്റും ഉണ്ടാക്കുന്ന ഏറ്റവും സപ്ലൈക്കോ തന്നെ വിതരണം ചെയ്യുന്നത്, കൺസ്യൂമർ ഫുഡ് വിതരണം ചെയ്യുന്ന വെളിച്ചെണ്ണ. അപ്പം എല്ലാ സാധനങ്ങളും ആവശ്യത്തിന് വന്നു. പച്ചക്കറി ആണെങ്കിൽ നമ്മുടെ പല ഇടപെടലുണ്ട് അഗ്രികൾച്ചർ വകുപ്പിൻ്റെ. ഏതെങ്കിലും സാധനം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ധനവകുപ്പിന് നേരെ തിരിയുക. അതുകൊണ്ട് സ്വാഭാവികമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി നമ്മളിനി ഈ ഒരു ടെൻഷൻ അടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം GST സ്ലാബുകളിൽ വന്ന മാറ്റമാണ്. അത് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങുകയാണ് ലോട്ടറിയിൽ നിന്ന് തുടങ്ങിയാൽ. നമ്മളിപ്പോൾ നിലവിൽ 22-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ ഇപ്പോൾ തന്നെ നിരവധി ലോട്ടറികൾ ഓണം ബമ്പർ അടക്കമുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെയായിരിക്കും ഇനി മാറാൻ പോവുക? അതെല്ലാം ഒരു ബുദ്ധിമുട്ടേറിയ പ്രശ്നമായിട്ടാണ് കേരളത്തിൻ്റെ മുന്നിലുള്ളത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്. കേരളത്തിന് പ്രത്യേകിച്ച് ചില ലോട്ടറി പോലുള്ള വിഷയങ്ങളുണ്ട്. ഓണത്തിന് ഈ സന്തോഷമെല്ലാം ഉള്ളപ്പോൾ ഉത്രാടത്തിനും അതിൻ്റെ തലേദിവസവും ഡൽഹിയിലായിരുന്നു ഞാൻ ഈ റേറ്റ് റാഷണലൈസേഷൻ കമ്മിറ്റിയിലുണ്ട്. ഞങ്ങൾ 6-7 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. അതിനകത്ത് നേരത്തെ തൊട്ടുള്ള ആളാണ്, കേരളം അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പെട്ടെന്ന് തന്നെ ഒരു പ്രഖ്യാപനം വരുമായിരുന്നു. ഞങ്ങളിപ്പോൾ റേറ്റ് കുറയ്ക്കുന്നതിന് നമ്മളൊന്നും അതിനെതിരല്ല. റേറ്റ് കുറയ്ക്കുന്നതും സാധാരണക്കാർക്ക് ഗുണം കിട്ടണം. അതിനകത്ത് ഒരു പ്രത്യേക കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ലക്ഷറി ഐറ്റങ്ങൾക്കല്ല കുറയേണ്ടത്. ഏറ്റവും സാധാരണക്കാരുടെ ഐറ്റങ്ങൾക്ക് നികുതി ഇല്ലാതാവുകയോ നികുതി കുറയുകയോ ചെയ്യണം. കേരളം അതിന് യോജിപ്പാണ്. പക്ഷേ 2 കാര്യം നമ്മൾ പറഞ്ഞു. അതൊന്ന്, നമ്മുടെ ഈ റേറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ വില കുറയണം. വില കുറയുമ്പം ആ വില കുറയുന്നത്, നിങ്ങളൊരു ഫോൺ മേടിക്കാൻ പോയാൽ, ഒരു ചാക്ക് സിമെൻറ്റ് മേടിക്കാൻ പോയാൽ, ഒരു സോപ്പ് മേടിക്കാൻ പോയാൽ ഈ കുറയുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടണം. അതിന് പകരം വില കൂട്ടിയാലോ? ഇപ്പോൾ പല കൺസ്യൂമർ ഐറ്റങ്ങൾക്കും നമ്മുടെ FMCG എന്നൊക്കെ പറയുന്ന നല്ല വിലയുള്ള ഐറ്റങ്ങളുണ്ട്. ഫുഡ് ഐറ്റം, ചോക്ലേറ്റ്, ബിസ്ക്കറ്റൊക്കെ. ഇതിനെല്ലാം വില കുറഞ്ഞ് നമുക്ക് കിട്ടുമല്ലോ, പലപ്പോഴും അതിൻ്റെ കൂട്ടും. ഇതുമുതൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, വാഹനങ്ങൾ, ഓട്ടോമൊബൈൽ എല്ലാം ഈ വിലക്കുറവ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. അല്ലെങ്കിൽ ഈ ടാക്സ് കുറഞ്ഞതിൻ്റെ ഗുണം ആൾക്ക് കിട്ടില്ല, കമ്പനികൾ ലാഭം അടിക്കും. വലിയ തുകയാണ്. 2 ലക്ഷം കോടി 3 ലക്ഷം കോടി രൂപയൊക്കെ വ്യത്യാസം വരുമെന്നാണ് ചില ഇൻഫോർമലായ കണക്കുകൾ.
രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ കുറയുമ്പോൾ സംസ്ഥാനങ്ങളുടെ വരുമാനം വലിയ തോതിൽ കുറയും. സംസ്ഥാനങ്ങൾക്ക് ആകെ വരുമാനം സ്വന്തമായി കിട്ടുന്നത് ഒന്ന് സെയിൽ ടാക്സ് ആയിരുന്നു പണ്ട്, ഇപ്പോൾ അതില്ല, GST ആണ്. അപ്പോൾ കേന്ദ്രവും കേരളവും സംസ്ഥാനവും ചേർന്നാണ്. മദ്യവും പെട്രോളും ഇതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം 100 രൂപയുടെ കച്ചവടം ഉള്ളപ്പം 15 രൂപയോളം ടാക്സ് ആയിരുന്നു മുമ്പ്. GST വരുമ്പോൾ അതായിരുന്നു കണ്ടീഷൻ. അത് ഇപ്പോൾ കുറഞ്ഞ് ഇപ്പം അത് കുറഞ്ഞിട്ട് 11.5% നേരത്തെ. ഇതിൻ്റെ ഭാഗമായിട്ട് നല്ല വരുമാന നഷ്ടം സംസ്ഥാനങ്ങളുണ്ടായി. ഇപ്പോൾ വീണ്ടും കുറയും. കേരളം കണക്ക് കൂട്ടുന്നത് 8,000 കോടി മുതൽ 10,000 വരെ വരാവുന്ന വർഷം. അത് വെറുതെ ഒരു കണക്ക് പറയുന്നതല്ല, കൃത്യമായ കണക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടില്ല ഇപ്പോഴും. പക്ഷേ ഞങ്ങൾ 4 ഇനങ്ങൾ കണക്ക് കൂട്ടി. എളുപ്പം കണക്ക് കൂട്ടാൻ പറ്റും, ചിലർ കണക്ക് കൂട്ടാൻ വളരെ എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓട്ടോമൊബൈൽ കൃത്യമായ കണക്കുണ്ടല്ലോ, ലൈഫ് ഇൻഷുറൻസ്, പിന്നീട് ഇലക്ട്രോണിക് ഐറ്റംസ്, 4 സിമൻറ്റ്, ഈ 4 കണക്ക് കൂട്ടുമ്പോൾ ഒരു വർഷം 2,500 കോടി കുറയും കേരളത്തിന് മാത്രം. ഈ കുറവ് ആകെ വരുമ്പോൾ വലിയൊരു തുകയാവും. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും ബാധിക്കും. അപ്പോൾ അതിന് പകരം ഒരു കോമ്പൻസേഷൻ തരണം. അത് തരാൻ പറ്റും, കാരണം ഇപ്പോൾ തന്നെ പിരിക്കുന്ന ഒരു കോമ്പൻസേഷൻ ഉണ്ട്. അതിനെപ്പറ്റി ഒരു വാക്ക് പോലും കേന്ദ്രം പറഞ്ഞിട്ടില്ല. ആ കുറവ് വന്നാൽ എങ്ങനെയാണെന്നുള്ള ആശങ്കയുണ്ട്. അതായത് പറഞ്ഞു, ഓണത്തിൻ്റെ സമയത്ത് ഇവിടെ എല്ലാം നല്ലതാണെന്ന് പറയുമ്പം ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഈ കമ്മിറ്റി പങ്കെടുത്ത് ഞങ്ങളെല്ലാം റിക്വസ്റ്റ് ചെയ്തു അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല. അത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. എങ്ങനെയാണെന്നുള്ള ആശങ്ക എല്ലാ സ്റ്റേറ്റുകൾക്കും ഉണ്ട്. BJP സ്റ്റേറ്റുകൾ സ്വാഭാവികമായിട്ടും ഓപ്പണായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. വാസ്തവത്തിൽ സംസ്ഥാനങ്ങളുടെ പ്രശ്നമാണ്, വ്യക്തിപരമായ പ്രശ്നമല്ല. ഇപ്പം എൻ്റെ ഉത്തരവാദിത്വമാണ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുകയും പറയേണ്ടതും. UDF ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ കാര്യത്തിനകത്ത് ശക്തമായി പറയേണ്ടതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ 2 കാര്യങ്ങൾ ഉന്നയിച്ച് നേരത്തെ തന്നെ കത്ത് അയച്ചിരുന്നു. ഒന്ന്, വരുമാനം വില കുറയുന്നതിൻ്റെ ഗുണം കസ്റ്റമേഴ്സിന് കിട്ടണം. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനങ്ങളുടെ വരുമാനം പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ 2 കാര്യം സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രി തന്നെ നേരത്തെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിന്നെ AICC പ്രസിഡന്റ് ശ്രീ ഖാർഗെയുടെയൊക്കെ ശക്തമായ സ്റ്റേറ്റ്മെൻറ്റ് ഈ കാര്യത്തിലൊക്കെ കണ്ടു. അപ്പോൾ പൊതുവിൽ ഓരോ സംസ്ഥാനങ്ങളും ഇങ്ങനെ വരുന്നുണ്ട്. സംസ്ഥാനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് ആവശ്യപ്പെട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരുമിച്ച് സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ സംസ്ഥാനങ്ങൾ വെറും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെയായിട്ട് ചുരുങ്ങിപ്പോകും. വ്യക്തമാണ്. എന്തായാലും ഓണക്കാലമാണ്. എന്തായാലും മന്ത്രി ഓണാഘോഷത്തിനിടയിലാണ് ഈ ടെൻഷനെല്ലാം എടുത്ത് തലയിൽ വെക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ 2 കാര്യങ്ങൾ, ഒന്ന് ഈ GST മാറ്റം അത് ജനങ്ങൾക്ക് ഗുണകരമാകണം, 2 സംസ്ഥാനങ്ങളുടെ നഷ്ടം പരിഹരിക്കപ്പെടണം. ചർച്ചകൾ നടക്കട്ടെ. മനീഷിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.